ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സീൻ പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 14. സോ ടുഡേ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻട്രോ ഇതാണെന്ന് തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇതിൻ്റെ നമ്പർ പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. ഓ നൈസ്. യെസ് ഗൈസ്, കുറച്ച് നാളായി ഇങ്ങനെ സ്പോട്ടിഫൈ മാത്രമല്ല, സ്പോട്ടിഫൈയിലാണ് മെയിൻലി ഇടുന്നത്. പുതിയ എപ്പിസോഡൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി ഗൈസ്. ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ആക്ച്വലി ഞാൻ കുറച്ചധികം എപ്പിസോഡ്സ് എടുത്തായിരുന്നു. ആൻഡ് ഇടാൻ പറ്റാത്തത് കാരണം ഞാനിങ്ങനെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് എടുത്തു. പിന്നീട് ഞാൻ ഒരു കഥ നറേറ്റ് ചെയ്യുന്നത് സംഭവം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉടനെ ഇടുന്നുണ്ട്. അത് സംഭവം എടുത്തു വെച്ചൊക്കെ ഞാൻ ആലോചിക്കുക ഇടണോ വേണ്ടായിരുന്നു. ഫുൾ മണ്ടത്തര, അത് ഇട്ടാൽ നൈസായിരിക്കും. പിന്നീട് അങ്ങനെ പറയാം. ഞാൻ ഫ്രണ്ട്സുമായിട്ട് എടുത്തത്, ഞാൻ ആക്ച്വലി കുറച്ച് വിഷമത്തിലായിരുന്നു ഗൈസ്. കാര്യം എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇങ്ങനെ നീയൊക്കെ കുറച്ച് കാര്യം പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര വിഷമമായി. ലൈക്ക് ഞാൻ ബേസിക്കലി അവരെ ഇൻവൈറ്റൊന്നും ചെയ്തല്ല, അവർ വന്നപ്പോൾ ഞാനിങ്ങനെ നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോഡ്കാസ്റ്റ് അത് എൻ്റെയും കൂടെ തെറ്റാണ്. ഞാൻ പ്രത്യേകിച്ചൊരു ടോപ്പിക്കില്ലാതെ ചുമ്മാ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കിയപ്പോൾ അതിലൊരാളിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടിൽ എന്തുവാടെ ഇത്, എന്ത് കോപ്പിലെ പോഡ്കാസ്റ്റാണെന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ലൈക്ക് നമ്മൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഒരുമാതിരി പറഞ്ഞത് അന്നേരം ഞാൻ കേട്ടപ്പോൾ എനിക്ക് അന്നേരം ഞാൻ വിട്ടു. പക്ഷേ ഞാൻ പിന്നീട് നമ്മൾ ഈ ഓഡിയോ കറക്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുമല്ലോ, അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പം ഞാൻ ആ എപ്പിസോഡ് ഇട്ടില്ല. ഞാനിങ്ങനെ വിളിക്കണ്ടായിരുന്നു ഇങ്ങനത്തെ ഉള്ളവരെ. അത് മാത്രമല്ല ഭയങ്കര കംപ്ലയിൻസാണ്. കാര്യം ചൂടാണ്, നീ എന്തിനാ ഫാൻ ഓഫ് ചെയ്യുന്നതൊക്കെ. നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അറിയത്തില്ലായിരിക്കും. കാര്യം എൻ്റെ ഈ പറയുന്ന കൂട്ട് ഭയങ്കര ഫാൻസി എക്യുപ്മെൻറ്റ്സോ ഒന്നുമില്ല, എന്താ പറയുക, AC ഒന്നുമില്ല. സോ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ലോ ബഡ്ജറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സഹിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്താൽ, അല്ലെങ്കിൽ നീട്ടിട്ട് പൊക്കോ എന്നൊക്കെ പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. പക്ഷേ ഒബ്വിയസ്ലി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീടാണ് എനിക്ക് ഈ ഫീലിംഗ് ഒക്കെ വന്നത്. ഇപ്പം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു ഗൈസ്, ഇടണോ ഇനി കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത്. പിന്നീട് ആലോചിച്ചപ്പം ഇത് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയല്ലല്ലോ. എന്തായാലും ഇത് പബ്ലിക്കായിട്ട് വരും. അപ്പോൾ എന്തായാലും 4 ആൾക്കാർ കേൾക്കും, അവരൊക്കെ കമൻറ്റ് ചെയ്യും. അപ്പം ഒബ്വിയസ്ലി എൻ്റെ ഈ പോഡ്കാസ്റ്റിന് പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കില്ലല്ലോ. ഒബ്വിയസ്ലി ആൾക്കാരിങ്ങനെ പറയും. ഇപ്പം ഈ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇനി ആൾക്കാർ പറയും. അപ്പം ഞാൻ ഈ ഒരാൾ കേട്ടിട്ട് തളർന്നു പോയിക്കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. അങ്ങനെ ആലോചിച്ചപ്പം വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരനെ മാത്രമല്ല, ഇനി അങ്ങനെ ഫ്രണ്ട്സ് സെറ്റപ്പിൽ ഞാനും ഉണ്ണി മുകുന്ദനും ഫ്രണ്ട്സ് സെറ്റപ്പിൽ ഇനി ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഈ വേർത്ത് വിളിച്ചിരുന്ന് ചെയ്യും എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അങ്ങനത്തെ ആൾക്കാർ മതി എന്ന് വിചാരിക്കുക. ആരും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് കേസ്. ഞാൻ കുറച്ച് നാൾ ഇടാൻ പറ്റാഞ്ഞത്. ഇനിയിപ്പം ഉടനെ കുറേ സംഭവമുണ്ട് കേസ്. ഞാൻ കുറച്ചധികം മണ്ടത്തരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സെറ്റപ്പായിരിക്കും തോന്നുന്നത്. അപ്പം അത്രയല്ലോ കേസ്. അപ്പോൾ ഇത് പറയണമെന്നുണ്ടായിരുന്നു. അതന്നെ എപ്പിസോഡ് 14 ഇതിലായിട്ട് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പിസോഡ് 14 എന്ന് പറഞ്ഞിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ